നമസ്കാരം. ദ പാത്ത് ഓഫ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷനിൽ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലക്ഷ്യത്തിൽ ഇടന്നുകൊണ്ട് ജീവിക്കുക. അതിൽ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ ഭക്ഷണം, അതിൻ്റെ പ്രാധാന്യം, എങ്ങനെയാണ് ഈ ഭക്ഷണം നമ്മുടെ ആധ്യാത്മിക യാത്രയ്ക്ക് സഹായകരമാകുന്നത് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്തു. ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റിംഗ്, ഉപവാസം എന്നുള്ള ഒരു പദം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉപവാസം, ഉപവസിക്കുക, ഏകാദശി ഉപവാസം, അതുപോലെ തന്നെ എല്ലാ റിലിജൻസും ഉണ്ട്. ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും സിഖിസത്തിനും എല്ലാത്തിനും ഉപവാസത്തിന് പ്രാധാന്യമുണ്ട്. എന്താണ് ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കഥ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. ദുർവാസ മുനി തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യമുനാ നദിയുടെ കരയിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പുറത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ അടുത്തും ഗോപന്മാരുടെ അടുത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുർവാസ മുനി ഭക്ഷണത്തിന് സമയമായി. അപ്പോൾ ശിഷ്യനോട് പറഞ്ഞു, അപ്പുറത്ത് ഭഗവാനോട് പോയി റിക്വസ്റ്റ് ചെയ്യും, എനിക്ക് കുറച്ച് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ?
അപ്പോൾ യമുന നദി വെള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്, മഴക്കാലമാണ്. എങ്ങനെയാ ക്രോസ് ചെയ്യാം? വഞ്ചിയൊന്നുമില്ല. അപ്പോൾ ദുർവാസ മുനിയോട് ചോദിച്ചു, ഗുരു എങ്ങനെയാണ് ഈ പുഴ ക്രോസ് ചെയ്യുക? അപ്പോൾ ദുർവാസ മുനി പറഞ്ഞു, പുഴയോട് പോയിട്ട് പറയുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ നിത്യബ്രഹ്മചാരി ആണെങ്കിൽ ഒന്ന് വഴിമാറി തരൂ. അപ്പോൾ ശിഷ്യൻ അതുപോലെ തന്നെ ചെയ്തു, പുഴ വഴിമാറി കൊടുത്തു. ശിഷ്യൻ അപ്പുറത്ത് പോയപ്പോൾ ഭഗവാൻ അവിടെ ഗോപികമാരുമായിട്ട് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്റെ മനസ്സിൽ ചെറിയ ഡൗട്ട് തോന്നി, നിത്യബ്രഹ്മചാരി. എന്നിട്ട് ഭക്ഷണം കൊണ്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഭഗവാനോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ പുഴ ക്രോസ് ചെയ്യുക? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദുർവാസ മുനി നിത്യ ഉപവാസിയാണെങ്കിൽ ഈ പുഴ വഴിമാറി തരും, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശിഷ്യൻ പ്രകാരം തന്നെ ചെയ്തു. അപ്പോൾ പുഴ വഴിമാറി കൊടുത്തു. തിരിച്ചു വന്നിട്ട് ദുർവാസ മുനിയും ശിഷ്യന്മാരൊക്കെ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഈ ശിഷ്യന് കൺഫ്യൂഷനായി, ദുർവാസ മുനി എങ്ങനെയാണ് ഉപവാസിയാവുന്നത്? ഇത്രയും ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അതുമാതിരി ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാ ബ്രഹ്മചാരിയാവുന്നത്? സ്ത്രീ കണ്ടപ്പൊക്കെ തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ സംശയം അദ്ദേഹം ചോദിച്ചു, ഒരു സീനിയറായിട്ടുള്ള ഒരു ശിഷ്യൻ ചോദിക്കാം, അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താണ് ഉപവാസം എന്ന് പറഞ്ഞാൽ? ഉപവസിക്കുക. ആരുടെ അടുത്ത്? ഈശ്വരന്റെ അടുത്തിരിക്കുക, ഗുരുവിന്റെ അടുത്തിരിക്കുക. ഉപനിഷത്ത് എന്നുള്ള പദമുണ്ട്, അതുകൊണ്ട് അടുത്ത്. ഇപ്പോൾ ദുർവാസ മുനി എപ്പോഴും അദ്ദേഹത്തിന്റെ സ്മരണയിലാണ്, ഉപവാസത്തിൽ തന്നെയാണ്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ, ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവൻ, ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും ആ ബ്രഹ്മത്തിൽ തന്നെയാണ്, പെർഫെക്റ്റ്ലി സെന്റേർഡ് ആയിട്ട് അവസ്ഥയിലാണ്. അതാണ് നിത്യബ്രഹ്മചാരി. അപ്പോൾ ഉപവാസം എന്നുള്ള പദത്തിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിലുള്ള ആ ഡിവിനിറ്റിയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നാണ്. അപ്പൊ അതിന് നമ്മൾ ചില സമയങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു, ചില ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ചില പിറന്നാൾ ആഘോഷങ്ങൾ. കാരണം ആ സമയത്ത് നമുക്ക് ആ സ്മരണയിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ ഇസ്ലാമില് റംസാൻ ഉപവാസം കേട്ടിട്ടുണ്ട്, ഏകാദശി വ്രതം നമ്മുടെ ഇന്ത്യയുടെ സനാതന ധർമ്മത്തില്. ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് ഉപവാസം, ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഉപവാസം. അപ്പൊ ഈ കാലങ്ങളിൽ ആ ഡിവൈനായിട്ടുള്ള സ്മരണയിലിരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഡിവൈനായിട്ടുള്ള സ്മരണയിലിരിക്കുമ്പോൾ ഡിവൈനായിട്ട് ആഹാരം ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എവിടെയാണോ മനസ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്, മനസ്സ് അവിടെ നിന്നുമാണ് എനർജി ഡ്രോ ചെയ്യുന്നത്. നമ്മൾ പൈസയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ പൈസ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. സ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്താൽ സ്ഥാനം നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്താൽ ഭക്ഷണം നമ്മൾ ഭരിക്കാൻ തുടങ്ങും. ഭക്ഷണം ഭരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? എവിടെ ചെന്നാലും ഭക്ഷണം എവിടെ കിട്ടുക എന്ന് അന്വേഷിക്കും ഫസ്റ്റ്. ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്? അപ്പൊ എവിടെയാണ് മനസ്സ് അട്രാക്ട് ആയത്, അത് നമ്മളുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ഏത് ദേവനെയാണോ നിങ്ങൾ പൂജിക്കുന്നത് ആ ദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും, സഹായിക്കും. കാരണം അത് ഒരു പവറാണ്. മനസ്സ് പൂർണ്ണമായിട്ടും ഈശ്വരന് മാസ്റ്റർ, ഇന്നർ മാസ്റ്റർ എന്ന് സഹജമാർഗത്തിൽ പറയും. ഇന്നർ മാസ്റ്റർ എന്ന് പറയുന്നത് ഗോഡ് തന്നെ. കണക്റ്റഡ് ആയിരിക്കുമ്പോൾ അവിടെ നിന്നും ആഹാരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആഹാരത്തെ കുറിച്ചിട്ടുള്ള ചിന്ത ഉണ്ടാവുകയില്ല. പക്ഷെ അതുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട എന്ന അർത്ഥമില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, പൂർണ്ണമായിട്ട് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ശരിക്കും അഹന്തയാണ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. നമ്മൾ ഈശ്വരനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക, അതൊരു അഹങ്കാരമല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ ഞാൻ ബ്രഹ്മമാണ്, അത് നമ്മളുടെ ഒരു ഈഗോ ആയിട്ട് മാറും. ഫർഗെറ്റ് യുവർസെൽഫ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടി വരുമ്പോൾ ഭക്ഷണം കഴിക്കണം, വിസർജനം നടത്തണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സന്യാസി ആണെങ്കിലും ഇതൊക്കെ ചെയ്യണ്ടേ? ഭക്ഷണം കഴിക്കുക, ബോഡിയുള്ള ഡ്യൂട്ടി ഉണ്ട്, വൃത്തിയായി വെക്കുക. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അൺക്ലെൻലിനെസ് ആണ് എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. വൃത്തിയില്ലാതെ നടക്കുക, മുടിയൊക്കെ നീട്ടിയിട്ട് നമുക്ക് ആൾക്കാർക്ക് അടുക്കാൻ തോന്നില്ല, ആ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടൊന്നും അല്ലെ ഡ്രസ്സ് ഇല്ലാണ്ട് നടക്കുക. അപ്പോൾ ഈശ്വരൻ അങ്ങനെയാണോ? നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെയോ
ക്രൈസ്റ്റിൻ്റെയോ ഒക്കെ ഫോട്ടോഗ്രാഫ്സ് നോക്കൂ, നമ്മൾ ആകർഷിതരാണ്. അവരത്രയും വെൽ ഡ്രസ്ഡും അത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ട് ആവും. നമ്മുടെ സഹജമാർഗത്തിലെ മാസ്റ്റേഴ്സിനെ നോക്കിയാലല്ലേ വളരെ വളരെ വെൽ ഡ്രസ്ഡാണ്. ഒക്കേഷൻ അനുസരിച്ചിട്ട് ഒരു ഉത്തമനായിട്ടുള്ള മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ്. ഉത്തമനായിട്ടുള്ള മനുഷ്യൻ ജീവിക്കേണ്ടത് ബോഡിക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുക, വൃത്തിയായി വയ്ക്കുക, ഓരോ ഭാഗങ്ങൾ കെയർ ചെയ്യുക, രോഗങ്ങൾ വരുമ്പോൾ വേണ്ട രീതിയിൽ ചികിത്സ എടുക്കുക. അത് ഏത് ശാസ്ത്രമാണോ അതിനനുസരിക്കുക. കാരണം ഈ ശാസ്ത്രം വന്നതും ഈശ്വരൻ നിന്നാണ്. ഇല്ല ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഈശ്വരന് മാത്രം വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് എന്ത് വിട്ടിത്തരാണ്. ഈശ്വരൻ തന്നെയാണ് ശാസ്ത്രം എന്നുള്ളത്. ഈശ്വരനുള്ള സ്നേഹം നമ്മുടെ ക്രിയേഷനുള്ള സ്നേഹത്തിനാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ബഹുമാനിക്കും, പരസ്പര ബഹുമാനമാണ് ഈശ്വരനുള്ള ബഹുമാനം. അപ്പൊ എല്ലാ നിയമങ്ങളെയും പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിന് നിയമങ്ങൾ എന്നുള്ള ശരീരത്തിന് ഭക്ഷണം ആവശ്യമില്ല. പ്രാണായാമം, പ്രാണമയ കോശത്തിന്റെ ആവശ്യം. നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവരുത്, അവിടേക്കുള്ള ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം, റിലാക്സ്ഡ് ആവും. മനോമയ കോശത്തിന്റെ എന്താണ്, മനസ്സെപ്പോഴും ബാലൻസ്ഡ് ആണ്. മനസ്സ് ആ ഡിവിനിറ്റിയുടെ സെന്ററാണ്. അതാണ് മനസ്സിനുള്ള ഡ്യൂട്ടി. അപ്പോൾ നമ്മുടെ വിജ്ഞാനമായ കോശം, ഇന്റലിജൻസിന്റെ കോശം, അതും പ്യൂറാവും. നമ്മൾ വിസ്ഡത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ എല്ലാ ലെവലിലും ഡ്യൂട്ടി ചെയ്യുന്നത് മനസ്സിന്റെ ആ സെന്റേർഡ് അവസ്ഥയിലാണ്. മനസ്സ് അതിന്റെ ഒറിജിനൽ അവസ്ഥയിൽ സെന്റേർഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ശക്തികൾക്കും ആധാരം മനസ്സാണ്. അവിടെ സെന്റേർഡ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് ആഹാരം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ഡ്യൂട്ടീസൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിർവഹിക്കാൻ സാധിക്കും. വേണ്ട സമയത്ത് അത് സംഭവിക്കും. നമുക്ക് ശരീരത്തിന്റെ തരത്തിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുകയാണ്, വിശക്കുണ്ട്, ശരീരം പറയുകയാണെങ്കിൽ അതിനെ ശ്രദ്ധിക്കണം. ശരീരം എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ആ വേദന നമ്മൾ പരിഹരിക്കണം. അത് ആലോചിക്കാണ്ട് നമ്മൾ പുറത്ത് പൈസയ്ക്കോ അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി ഓടുമ്പോൾ നമ്മൾ ശരീരത്തിൽ നെഗ്ലക്ട് ചെയ്യണം. കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ട്, അത് നമ്മൾ പരിഹരിക്കണം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, എൻ്റെ കുട്ടിയോ എൻ്റെ വൈഫോ അച്ഛനോ അമ്മയോ, ആ ഡ്യൂട്ടി നിർവഹിക്കണം. അപ്പൊ എല്ലാ ലെവൽസിലും നമ്മൾ ഡ്യൂട്ടി നിർവഹിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ആഹാരത്തെ മനസ്സിലാക്കുന്നത്. കണ്ണിനോടുള്ള ഡ്യൂട്ടി, ചെവിക്ക് ചെവിയുടെ ഡ്യൂട്ടി, നല്ല കേൾക്കുക, നല്ലത് കാണുക, നല്ലത് പറയുക, ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം, എൻ്റെ ന്യൂട്രീഷൻ ആവശ്യമുള്ള ഭക്ഷണം, കുട്ടിക്ക് കൊടുക്കുന്ന പോലെ അമ്മ കുട്ടിക്ക് എങ്ങനത്തെ ഭക്ഷണം കൊടുക്കുക, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക, വൃത്തിയായിട്ട് ഏറ്റവും ആരോഗ്യത്തിന് അനുയോജ്യമായിട്ട് ഭക്ഷണം കൊടുക്കും. അതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ കാണണം. ബെസ്റ്റ് ഫ്രണ്ടാണ്. അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ശരീരത്തെ നോക്കണം. പക്ഷേ അനാവശ്യമായിട്ട് കൊടുക്കാനും പറ്റില്ല. കുട്ടിക്ക് നമ്മൾ വേണ്ടാത്ത ഭക്ഷണം കൊടുക്കും ഇല്ല, നമ്മൾ വേണ്ടതേ കൊടുക്കുള്ളൂ. ഇതൊക്കെ സാധിക്കുന്ന എപ്പോഴാണ് നമ്മൾ ദിവ്യമായിട്ട് ആഹാരം ലഭിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ക്ലിയർ ആവും. ഹയസ്റ്റ് ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ ലോവർ ഡ്യൂട്ടീസൊക്കെ നമുക്ക് ക്ലിയർ ആവും. ലോവർ ഡ്യൂട്ടീസ് ക്ലിയർ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഹയസ്റ്റ് ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഒരു ഭക്തൻ ഒരിക്കലും വയലന്റ് ആവില്ല, ഒരിക്കലും ശരീരത്തെ ശ്രദ്ധിക്കാതിരിക്കില്ല, ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കില്ല, എല്ലാം ബാലൻസ്ഡ് ആവും. അങ്ങനെ മിതത്വം, മോഡറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയെങ്കിലും ആവുന്നു. നന്ദി, നമസ്കാരം.